കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിലെ PG വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ സഞ്ജയ് റോയ്ക്ക് ഇന്ന് കോടതി ശിക്ഷ വിധിക്കും. സിയാൽദ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി അനിർബൻ ദാസ് ആണ് വിധി പ്രസ്താവിക്കുന്നത്. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നുണ്ട്. ബാലു, രാജ്യത്ത് വളരെ പെട്ടെന്ന് വിചാരണ പൂർത്തിയായ ഒരു കേസാണിത്. ആ കേസിന്റെ പ്രാധാന്യം കൊണ്ട് തന്നെ ആയിരിക്കണം. ഏതായാലും കഴിഞ്ഞ ദിവസം ഇയാള് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നു. ഇന്നിപ്പോൾ ശിക്ഷാ വിധി കോടതി പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. എന്താണ് കോടതിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം? സഞ്ജയ് റോയ്ക്ക് വധശിക്ഷയാണോ ലഭിക്കുന്നത് അതോ ജീവപര്യന്തം തടവ് ശിക്ഷയാണോ എന്നതിനെ സംബന്ധിച്ച് ഒരു ഉത്തരവ് എന്നത് അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം കാത്തിരുന്നാൽ മതി. കഴിഞ്ഞ ദിവസം ഈ ആർജിക്കർ മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ വിദ്യാർത്ഥിനി PG വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ സഞ്ജയ് റോയ് കുറ്റക്കാരനാണെന്ന് സിയാൽദ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വിധിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഈ കോടതി ഈ ശിക്ഷ സംബന്ധിച്ചുള്ള ഉത്തരവ് വാദം ഇന്ന് കേൾക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. 12:30-ക്കാണ് സിയാൽദ കോടതിയിലെ നടപടികൾ ആരംഭിക്കുന്നത്. തുടർന്ന് ഈ പ്രോസിക്യൂഷന്റെയും അതുപോലെ തന്നെ പ്രതിഭാഗത്തിന്റെയും വാദം ശിക്ഷ സംബന്ധിച്ച് കോടതി കേൾക്കുന്നതായിരിക്കും. അപൂർവങ്ങളിൽ അപൂർവമായ കേസാണിതെന്നും അതുകൊണ്ട് തന്നെ സഞ്ജയ് റോയ്ക്ക് വധശിക്ഷ നൽകണമെന്നുമാണ് CBI ആവശ്യപ്പെടുന്നത്. കാരണം സഞ്ജയ് റോയ്ക്കെതിരെ ചുമത്തിയിരുന്ന ബലാത്സംഗം, അതുപോലെ തന്നെ കൊലപാതകം തുടങ്ങി 3 കുറ്റങ്ങളിലും അദ്ദേഹത്തിന് എതിരെ കുറ്റം സംശയാതീതമായി തെളിയിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ്. അതുകൊണ്ട് വധശിക്ഷ നൽകണമെന്നാണ് CBI ആവശ്യപ്പെടുന്നത്. എന്നാൽ താൻ നിരപരാധിയാണെന്നും ഈ കേസിൽ കൂടുതൽ പ്രതികളുണ്ട് എന്നും ഒരു IPS ഉദ്യോഗസ്ഥനുള്ള പങ്ക് ഇതിൽ പങ്കുണ്ട് എന്നും സഞ്ജയ് റോയ് കഴിഞ്ഞ ദിവസം കോടതിയിൽ പറഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടും ഇന്ന് വാദം കേൾക്കാമെന്ന് ഈ ജഡ്ജി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഹ്രസ്വമായ വാദം കേൾക്കലിനൊടുവിൽ ഈ സഞ്ജയ് റോയ്ക്ക് വധശിക്ഷ നൽകണമോ അതോ ജീവപര്യന്തം തടവ് ശിക്ഷ നൽകണമോ എന്ന കാര്യത്തിൽ സിയാൽദ കോടതി ഇന്ന് ഈ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ സഞ്ജയ് റോയുടെ മാതാവ് കൊൽക്കത്തയിൽ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് തൻ്റെ മകന് വധശിക്ഷ കോടതി വിധിച്ചാലും താൻ അതിനെ എതിർക്കില്ല, വിധിയെ സ്വാഗതം ചെയ്യും എന്നാണ് പറഞ്ഞത്. കാരണം ഈ ഇരയുടെ മാതാപിതാക്കൾ കടന്നുപോയ വിഷമം എന്താണെന്ന് ഒരു മാതാവായി തനിക്ക് മനസ്സിലാകുമെന്നും അത്രത്തോളം ഹീനമായ കുറ്റകൃത്യം ചെയ്ത തൻ്റെ മകന് വധശിക്ഷ ലഭിച്ചാൽ പോലും താൻ എതിർക്കില്ല എന്നുമാണ് അവർ പറഞ്ഞത്. ഇന്ന് സിയാൽദ കോടതിക്ക് ചുറ്റും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളൊക്കെ ബംഗാളിൽ നടന്നിരുന്നു. ഈ അന്വേഷണം അപൂർണമാണ് എന്നൊരു വാദം ഈ ആർജിക്കർ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളുമൊക്കെ ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾക്കിടയിലാണ്, സുരക്ഷാ സംവിധാനങ്ങൾക്കിടയിലാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ നിന്ന് ഈ വിധി പ്രസ്താവം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. രാജീവ്, കൊൽക്കത്ത ആർജിക്കർ ആശുപത്രിയിൽ നടന്ന ക്രൂരമായ ബലാത്സംഗം, അവിടെ 2 ഭാഗമില്ലാത്ത, അതായത് വളരെ ക്രൂരമായി ഒരു യുവ ഡോക്ടറെ അങ്ങനെ കളഞ്ഞ ഒരു കേസാണ്. അതിൽ ഒറ്റ ഒരു പ്രതി കൊൽക്കത്തയെ ഇളക്കി മറിച്ച കേസ്. വലിയ പ്രതിഷേധങ്ങൾ ഇങ്ങനെ ദിവസങ്ങളോളം അലയടിച്ചതാണ്. ഇവിടെ ഒരുപക്ഷെ കേരളത്തിൽ വിവാദമായ അല്ലെങ്കിൽ വിവാദ വിഷയങ്ങൾക്ക് കാരണമായ നടി വരെ അവിടുത്തെ പ്രതിഷേധങ്ങളൊക്കെ പങ്കെടുക്കണമൊക്കെ നമ്മൾ കണ്ടതാണ്.